ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സെമിറ്റസർ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റുമായിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരീസാണ്. നമുക്ക് വെയർ ചെയ്യാനും പിന്നെ ഈസ്റ്ററും വിഷു എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതിനൊക്കെ പറ്റുന്ന സാരിയാണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സാരിയാണ് വരുന്നത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് അയച്ചു തരാം കേട്ടോ. എല്ലാ ദിവസവും എല്ലാ 15 ഡേയ്സിലും നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. 3 പേരെ ആയിരിക്കും സെലക്ട് ചെയ്യുക. 3 പേർക്കും ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. ബേസ് ആയിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ അല്ലെങ്കിൽ ക്രീം ഷെയ്ഡിലേക്കാണ് സാരി വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റിലേക്കാണ് വരുന്നത്. ബോർഡറിലേക്ക് വരുമ്പോൾ ഒരു ഗോൾഡൻ കളറിന്റെ ഒരു ടിഷ്യൂ വീവിങ്ങിന്റെ പിങ്കിന്റെ കൂടെ കോമ്പിനേഷനിൽ രണ്ടും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു ഷെയ്ഡിലേക്കാണ് ബോർഡർ വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ലൈൻസ് പോകുന്ന ഒരു ചെറിയൊരു ചെക്ക് പാറ്റേൺ ഫോം ചെയ്യുന്ന പോലെയാണ് ആ ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ പോകുന്നത്. നല്ല ഭംഗിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഉടുക്കാനായിട്ടാണെങ്കിലും വളരെ ഈസിയാണ്, ഡ്രേപ്പ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, വെയിറ്റ് ഇല്ല. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. ഒരുപാട് വെയിറ്റ് എന്നല്ല, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റും അല്ല. വളരെ ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ. സാരിയുടെ ഒരു ബോഡി വരുന്നത് എങ്ങനെയാണ്, ബോർഡർ ആണെങ്കിലും വളരെ ചെറിയ ബോർഡറാണ് വരുന്നത്. ഒരുപാട് വലിയ ബോർഡേഴ്സ് വരുന്നില്ല. ഒരു ഫംഗ്ഷൻ വരയ്ക്കാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സാരിയാണ് വരുന്നത്. ഇങ്ങനെയാണ് ബോഡി വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് അതിലേക്ക് വരുന്നത്. മുന്താണി വരുമ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത്. വേണ്ടോ, ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയിലേക്കും ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ഇതുപോലെ വരുന്നുണ്ട്. ഇത്രയും ഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് ആണ് ഇത് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു പിങ്ക് ഷെയ്ഡാണ് ബ്ലൗസിലേക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നത്. സെൽഫ് ആയിട്ടുള്ള ആ ഒരു പ്രിന്റുകൾ ഇതിലേക്ക് പോകുന്നുണ്ട്. പ്ലസ് ആ ഒരു ലൈൻസും ഇതിൽ പോകുന്നുണ്ട്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് സാരി വരുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്, ഒരു എലഗന്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1959 ആണ് കേട്ടോ. 1959 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ്. ഇതാ എല്ലാം ലൈറ്റ് ഷെയ്ഡ് ആൻഡ് ഒരു എന്താ പറയുക പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് വരുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ്, ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. നല്ല ഡിജിറ്റൽ പ്രിന്റിലേക്ക് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. അതിങ്ങനെ ഒരു ഷാഡോ പോലെയും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടും രണ്ടിലേക്കും വരുന്നുണ്ട്. ഇതാ ബോർഡർ വരുന്നത് ഇങ്ങനെ നല്ല എലഗന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെ. ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത്. നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ആ ബോഡിയിൽ വരുന്ന ആ ഒരു സെയിം ഫ്ലവേഴ്സ് തന്നെ ഇതുപോലെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ ബോഡിയിലെല്ലാം വരുന്ന ബ്ലൗസ് പീസിന്റെ ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ലൈൻസും ബ്ലൗസിലേക്കും വരുന്നുണ്ട്. ഇതിന്റെയും പ്രൈസ് സെയിം തന്നെയാണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു ഓഫ് വൈറ്റിൽ തന്നെയാണ് ബേസ് ആയിട്ട് ആ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. ഒരു കോമ്പിനേഷൻ ആ ഒരു ഡിജിറ്റൽ പ്രിന്റുകൾ വരുന്നത് ഒരു ഗ്രേ കളറിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എപ്പോഴും ആ ഒരു അതി ഗോൾഡൻ ഷെയ്ഡും ആ ഒരു ഗ്രേയും കൂടെ ബ്ലെൻഡ് ആവുന്ന ബോഡിയുടെ ഷെയ്ഡും കൂടെ വരുന്നതിന്റെ ആ ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ് ബോർഡറിലേക്ക് വരുന്നത്. ചെറിയ ബോർഡർ വരുന്നു. എല്ലാത്തിലും ആ ഒരു ചെക്ക് പാറ്റേൺ ആ ഒരു ത്രെഡിന്റെ ആ ഒരു വീവിങ് പോകുന്നുണ്ട്. ഇതാണ് സാരി വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എങ്ങനെയാണ് വരുന്നത്, ഉടുക്കാൻ ഭയങ്കര ഈസിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നന്നായിട്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്ത് ഒതുങ്ങിയിരിക്കുന്നോളൂ. മുന്താണി വരുന്നത് ഇങ്ങനെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ഗ്രേ ഷെയ്ഡിലേക്കാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ സാരിയുടെ പ്രൈസ് ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിന് ഇതിന്റെ അല്ല കേട്ടോ, 1959 തന്നെയാണ് ഇതിന്റെ വരുന്നത്. നമുക്ക് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസിലാണ് സാരീസ് വരുന്നത്. ഞാൻ അടുത്തതിൽ പറയാം. ഇങ്ങനെ അടുത്ത നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെ ബേസ് ആയിട്ട് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലാണ് ഡിജിറ്റൽ പ്രിന്റുകൾ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവല്ലോ. നല്ല രസമാണ് കാണാനായിട്ട്. ഉടുത്താലും അത്രയും ഒരു എലഗൻസി ഇതിന് കിട്ടുകയും ചെയ്യും. ബോർഡേഴ്സ് എല്ലാം വളരെ ചെറിയ ബോർഡറാണ് വരുന്നത്. ആ ഒരു ലൈൻസ് ഇതുപോലെ ഒരു ചെക്ക് പാറ്റേൺ ഇങ്ങനെ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ഇതാണ് മുന്താണി വരുന്നത്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ആ ഒരു ബോഡിയിൽ വരുന്ന ആ ഒരു കോമ്പിനേഷൻ എല്ലാം ബ്ലൗസ് പീസിലേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ ബ്ലൗസ്, നല്ലൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇതിനകത്ത് നന്നായിട്ട് നിൽക്കുന്ന ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഇതൊക്കെ പെയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1715 ആണ്. 1715 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഓണിയൻ പിങ്കിന്റെയാണ് കോമ്പിനേഷൻ വരുന്നത്. എപ്പോഴും ബോഡി ഷെയ്ഡ് ബേസ് ആയിട്ട് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതാ
ഇതുപോലെ. ഇതാണ് അതിൻ്റെ ആ ഒരു പ്രിന്റുകളുടെ ഭംഗിയാണ്ടോ. നല്ല രസമാണ് കാണാൻ. ഭയങ്കര ഒരു എന്താ പറയുക, സൂപ്പർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാരി. അതുപോലെ തന്നെ ഉടുക്കാൻ അത്രയും കംഫർട്ടബിളും ആയിരിക്കും. മുന്താണി വരുന്നത് ഇങ്ങനെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇതുപോലെ. ഇത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ബ്ലൗസിലേക്ക് കൊടുക്കുന്നത്. പ്രൈസ് ഇതിൻ്റെയും വരുന്നത് 1715 ആണ് കേട്ടോ. അതെ, 1715 അടുത്ത നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രൗണിഷ്, ഒരു കോപ്പർ കളർ അങ്ങനെ നമുക്ക് പറയാം. ആ ഒരു കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റുകളാണ് ഇതിലേക്കും പോകുന്നത് കേട്ടോ. എല്ലാത്തിലും നസർ കൊടുത്ത സാരി ആ ഒരു ചെക്ക് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ത്രെഡിന്റെ ഒരു വീവിങ് തന്നെയാണ് അത് പോകുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡുകളും കോമ്പിനേഷനാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ബ്ലൗസ് പീസ് ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. കളർ കോമ്പിനേഷൻ വരുന്നത് ഓഫ് വൈറ്റിന്റെയും ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല രസമുള്ള കളർ ഷെയ്ഡുകൾ തന്നെയാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റുകളാണ് പോകുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ഇതാണ് മുന്താണി വരുന്നത്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിന്റെ, ഒരുപാട് അങ്ങ് ഡാർക്ക് അല്ലാത്ത ഗ്രേ ഷെയ്ഡിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നു. മൾട്ടി കളർ കോമ്പിനേഷനിലേക്ക് തന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഷാഡോ പ്രിന്റുകളും വരുന്നുണ്ട്. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് നല്ല റിച്ച് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്? ഇതിന്റെയും പ്രൈസ് സെയിം തന്നെയാണ്. 1715 വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാരി വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോഡ് നമ്പർ ഉണ്ടാവും. DS എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. ആ നമ്പർ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താലും മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഡാലി കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.